ഹലോ വെൽക്കം ടു ലൗണ്ടറി മീഡിയ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മെഡിക്കൽ കോഡിംഗ് ജോബിനെ കുറിച്ചാണ്. എനിക്ക് മെഡിക്കൽ കോഡിംഗ് ജോബ് കിട്ടിയതിനെ കുറിച്ചും അതിൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. മെഡിക്കൽ കോഡിംഗ് ജോബിനെ കുറിച്ചും CPC എക്സാമിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രീവിയസ്ലി കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇൻ്റർവ്യൂ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക, ഇൻ്റർവ്യൂ പ്രോസസ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതിലൂടെ എൻ്റെ ഒരു സെൽഫ് എക്സ്പീരിയൻസും കൂടി പറയുന്നത്. CPC കഴിഞ്ഞവർക്ക് ഫ്രഷേഴ്സായിട്ട് കയറാൻ ഒരുപാട് വേക്കൻസീസ് വരാറുണ്ട്. മെഡിക്കൽ കോഡിംഗ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കോഡിംഗ് ജോബ്സ് ഉണ്ട്. അതായത് UAE കോഡിംഗ്, US കോഡിംഗ്, പിന്നെ കോഡിങ്ങിൽ തന്നെയുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. HCC കോഡിംഗ്, ആ രീതിയിലാണ് പോകുന്നത്. സർജറി കോഡിംഗ്, അതായത് നമ്മൾ CPTയിൽ പഠിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സ് ആണെങ്കിലും ICD ആണെങ്കിലും ഇതെല്ലാം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോഡിംഗ് ആണ് അവിടെ വരുന്നത്. ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ മാത്രമായിട്ടുള്ളൊരു സെക്ഷനായിരിക്കും ENM കോഡിംഗ്. സർജറിയിലുള്ള ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് തരത്തിൽ, അതായത് ആംബുലേറ്ററി സർജറി കോഡിംഗ് ഉണ്ട്, പിന്നെ സെയിം ഡേ സർജറി കോഡിംഗ്, അങ്ങനെ പലതരത്തിൽ സർജറിയിൽ നിന്ന് നമുക്ക് കോഡിങ്ങിൻ്റെ ഒരു ജോബ് കിട്ടും. പിന്നെ ICD എന്ന് പറഞ്ഞ ഡയഗ്നോസിസ് ആണ്. അപ്പോൾ ആ ഒരു ഡയഗ്നോസിസ് മാത്രം കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HCC കോഡിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷനുള്ളത്. ഇൻ്റർവ്യൂസ് എല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കണ്ടക്ട് ചെയ്യാറുണ്ട്. ഒരുപാട് കമ്പനീസ് ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയത് ഓൺലൈനായിട്ടായിരുന്നു. എനിക്ക് ജോലി കിട്ടിയത് ഇൻഫോ പാർക്കിലാണ്. ക്യൂഡസ് ഇൻഫോടെക് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ജോലി കിട്ടിയത്. അതിലെനിക്ക് വരുന്ന സ്പെഷ്യാലിറ്റി UAE കോഡിംഗ് ആണ്. UAE കോഡിങ്ങിൽ ICD, CPT, CPS എല്ലാം നമ്മൾ കോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു HR ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. HR ഇൻ്റർവ്യൂവിൽ അവർ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ മാർക്ക്, നമ്മുടെ എക്സ്പീരിയൻസ്, പ്രീവിയസ് എക്സ്പീരിയൻസസ് ഇതെല്ലാമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഫ്രഷർ ആണെങ്കിൽ ഫ്രഷർ ആണെന്നുള്ള രീതിയിൽ കൊടുക്കുക. നിങ്ങൾ എക്സാം പാസ്സായത്, നിങ്ങൾ പഠിച്ച ഡീറ്റെയിൽസ്, നിങ്ങളുടെ പ്ലേസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്നത്. ഇത്രയും റൗണ്ടിൽ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ, അതായത് ഒരു കമ്പനി നിശ്ചയിക്കുന്ന ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നെക്സ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിലേക്ക് കിടക്കും. നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ റൗണ്ട് ആയിരിക്കും. ചില കമ്പനീസ് ഒരു അസസ്മെൻറ്റും കൊടുക്കാറുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അസസ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. CPC സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നേരെ ടെക്നിക്കൽ റൗണ്ടിലേക്ക് കടന്നു. അപ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് ഫേസിൽ ഒരുപക്ഷെ അവർ എക്സാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തേക്കാം. പല കമ്പനീസും അങ്ങനെ കൊടുക്കാറുണ്ട്. ഈ ഒരു ICD, CPT അവർ ഏതിലാണോ കൂടുതൽ, ആ ഒരു കമ്പനി ICD കോഡിങ്ങിലാണ് കൂടുതൽ പ്രയോറിറ്റി ചെയ്യുന്നതെങ്കിൽ ICD ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കോഡിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അതല്ലെങ്കിൽ CPT കോഡിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ഒരു അസസ്മെൻറ്റ് തന്നിട്ട് അത് ഇത്ര മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്തിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് നേരിട്ട് ടെക്നിക്കൽ റൗണ്ടിലേക്കാണ് കടന്നത്. ടെക്നിക്കൽ റൗണ്ടിലാണ് നമ്മളോട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് കുറേ ICD, CPT, ഹിപ്പിക്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിച്ചത്. അത് ഇൻ്റർവ്യൂവിനായിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുക. അനാട്ടമി, ടെർമിനോളജി ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. അപ്പോൾ ആ രീതിയിലും കൂടി നമ്മൾ ഇൻ്റർവ്യൂവിനായിട്ടൊരു പ്രിപ്പറേഷൻ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ ഒരു CPC എക്സാം കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് പഠിക്കുക. ആ ഒരു ടെക്നിക്കൽ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ജോലി കിട്ടിയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഓഫർ ലെറ്റർ അയച്ചു തരാണ് ചെയ്തത്. പലർക്കും ഉള്ളൊരു സംശയമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണോ ചെയ്തത്. അങ്ങനെയല്ല, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി മാത്രമായിട്ട് നോക്കണ്ട. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയല്ല, എനിക്കിപ്പോൾ ഈ ജോലി കിട്ടിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയായിരുന്നില്ല. എനിക്കിങ്ങനെ ഒരു നമ്പർ കിട്ടിയിട്ട് ഞാൻ വിളിച്ച് ചോദിച്ച് ആ രീതിയിലാണ് എനിക്ക് ഇൻ്റർവ്യൂസ് കിട്ടിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇവൻ നിങ്ങൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയല്ല പഠിച്ചതെങ്കിൽ കൂടി പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇതുപോലെ ജോബ് ഫെയർസൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മെഡിക്കൽ കോഡിംഗ് കമ്പനീസിൻ്റെ മെയിൽ IDs ഒക്കെ നോക്കി വെച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ഫോൺ നമ്പറൊക്കെ കണ്ടുപിടിച്ച് അതിലേക്ക് വിളിച്ച് നോക്കാവുന്നതാണ്. മെയിൽ IDയിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ അയച്ചു കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും വേക്കൻസീസ് വരുന്ന സമയത്ത് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ആ രീതിയിൽ CVകളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല സ്ഥലത്തുനിന്നും അവർക്ക് വേക്കൻസി വരുന്ന സമയത്താണ് നമ്മളെ അവർ കോൺടാക്റ്റ് ചെയ്യുന്നത്.
മെഡിക്കൽ കോഡിംഗ് ജോബിനായിട്ട് ട്രൈ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനാട്ടമി ആൻഡ് ടെർമിനോളജിയിൽ നിന്ന് കുറച്ചൊരു പ്രിപ്പറേഷനൊക്കെ ചെയ്യുക. അതേപോലെ CPT, ICD, ഹിപ്പിക്സ് ഇതെല്ലാം നമ്മൾ എക്സാമിന് വേണ്ടി പഠിച്ചതാണെങ്കിൽ കൂടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊക്കെ ഇൻ്റർവ്യൂവിന് എങ്ങനത്തെ രീതിയിലാണ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഇൻ്റർവ്യൂ കോൺഫിഡൻസോട് കൂടിയിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാവുന്നതാണ്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല ടോപ്പിക്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.